പ്ലസ് ടു കെമിസ്ട്രിയിലെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിന്റെ 7ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഇതൊരു ചെറിയ വീഡിയോ ആണ്. കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. എന്തിനാണ് നമ്മൾ പ്രോബ്ലം ചെയ്ത് പഠിക്കുന്നത്? നമ്മൾ ആ പഠിച്ച കൺസെപ്റ്റുകൾ ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പ്രോബ്ലം ചെയ്യാൻ കിട്ടുന്ന അവസരം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അത് ചെയ്ത് പഠിക്കണം. അപ്പൊ ആ കൺസെപ്റ്റുകളൊക്കെ നമുക്ക് വളരെ നന്നായിട്ട് മനസ്സിലാകും. അത് ഉറക്കുകയും ചെയ്യും മനസ്സിൽ. ഓക്കെ, so let us do the first problem. ഇത് നമ്മുടെ NCERT ടെക്സ്റ്റിലെ എക്സസൈസ് പ്രോബ്ലം തന്നെയാണ്. ഓക്കെ, resistance of a conductivity cell filled with 0.1 mole per liter potassium chloride solution is 100 ohm. If the resistance of the same cell when filled with 0.02 mole per liter potassium chloride solution is 520 ohm. Calculate the conductivity and molar conductivity of 0.02 mole per liter potassium chloride solution. The conductivity of 0.1 mole per liter potassium chloride solution is 1.29 Siemens meter inverse. Okay, എന്താണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്? കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റി അല്ലേ? അപ്പം ഇത് ചെയ്യണമെങ്കിൽ ഇതിന് മുമ്പത്തെ വീഡിയോ നമ്മൾ കണ്ട് നന്നായിട്ട് ആ കൺസെപ്റ്റുകൾ ഒന്ന് പഠിക്കണം കേട്ടോ. ഓക്കെ, എന്താണ് കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ? കണ്ടക്ടിവിറ്റിയെ സൂചിപ്പിക്കുന്ന ടേം എന്താണ്? കാപ്പ. സോ കാപ്പ ഈസ് ഈക്വൽ ടു ജി സ്റ്റാർ ഡിവൈഡഡ് ബൈ ആർ. ജി സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്? സെൽ കോൺസ്റ്റന്റ് ആണ്, എൽ ബൈ എ. അതിനെയാണ് നമ്മൾ ജി സ്റ്റാർ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ 0.1 മോൾ പെർ ലിറ്റർ പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. അതിന്റെ റെസിസ്റ്റൻസും നമുക്കറിയാം 100 ഓം. അങ്ങനെയാണെങ്കിൽ ജി സ്റ്റാർ കണ്ടുപിടിക്കരുതോ? സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് 0.2 മോൾ പെർ ലിറ്റർ പൊട്ടാസ്യം ക്ലോറൈഡ് സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി ആണ്. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് 0.1 മോൾ പെർ ലിറ്റർ സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റി ആണ് തന്നിരിക്കുന്നത്. അതെന്തിനാണ് തന്നിരിക്കുന്നത്? സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ. അപ്പൊ ആദ്യം നമുക്ക് സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാം. സോ ജി സ്റ്റാർ ഈസ് ഈക്വൽ ടു കാപ്പ ഇൻറ്റു റെസിസ്റ്റൻസ്. ഈ കാപ്പ എത്രയാണ് തന്നിരിക്കുന്നത്? കാപ്പയുടെ വാല്യൂ എന്താണ്? 1.29 സീമൻ മീറ്റർ ഇൻവേഴ്സ്. 1.29 സീമൻ മീറ്റർ ഇൻവേഴ്സ് ഇൻറ്റു റെസിസ്റ്റൻസ് എത്രയാണ്? 0.1 മോൾ പെർ ലിറ്ററിന്റെ 100 ഓം ഇൻറ്റു 100 ഓം. ഈ വാല്യൂ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 129 സീമൻസ് ഈസ് ഈക്വൽ ടു 1 ഓം ഇൻവേഴ്സ് ആണ്. അപ്പൊ ആ ഓമും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി യൂണിറ്റ് എന്താണ്? മീറ്റർ ഇൻവേഴ്സ്. അല്ല എങ്കിൽ ഇതിനെ സെന്റിമീറ്ററിന്റെ ടേമിലേക്ക് എഴുതുവാണെങ്കിൽ എങ്ങനെ വരും? ഇത് ഡിവൈഡഡ് ബൈ മീറ്റർ അല്ലേ? ദാറ്റ് ഈസ് 129 പെർ മീറ്റർ ആണ്. പെർ മീറ്റർ എന്ന് പറയുമ്പോൾ മീറ്റർ അടിയിലാണ് വരുന്നത്. അതിനെ സെന്റിമീറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ 10 സ്ക്വയർ മുകളിൽ വരുമ്പോൾ എന്താകും? 10⁻⁻² ആകും. സോ വിച്ച് ഈസ് ഈക്വൽ ടു 129 ഇൻറ്റു 10⁻⁻² സെന്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പൊ മീറ്റർ ഇൻവേഴ്സിലും സെന്റിമീറ്റർ ഇൻവേഴ്സിലുള്ള വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, അത് നമുക്ക് അങ്ങോട്ടേക്ക് ഒന്ന് എടുത്തെഴുതാം. അപ്പൊ ജി സ്റ്റാർ നമുക്ക് കിട്ടി. ജി സ്റ്റാർ ഈസ് ഈക്വൽ ടു 129 മീറ്റർ ഇൻവേഴ്സ്. 129 മീറ്റർ ഇൻവേഴ്സ് അല്ലെങ്കിൽ 129 ഇൻറ്റു 10⁻⁻² സെന്റിമീറ്റർ ഇൻവേഴ്സ്. ഓക്കെ, ഇതാണ് വാല്യൂ. അപ്പൊ നമുക്ക് സെൽ കോൺസ്റ്റന്റ് കിട്ടി. ഇനി നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കണ്ടക്ടിവിറ്റി നമുക്ക് കണ്ടുപിടിക്കരുതോ? അപ്പൊ കണ്ടക്ടിവിറ്റി നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. കണ്ടക്ടിവിറ്റി കാപ്പ ഈസ് ഈക്വൽ ടു ഏത് കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷന്റെ കണ്ടക്ടിവിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 0.02 മോൾ പെർ ലിറ്ററിന്റെ. അപ്പൊ അതിന്റെ റെസിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ദാറ്റ് ഈസ് 520 ഓം ആണ്. സോ ജി സ്റ്റാറിന്റെ വാല്യൂ 129 മീറ്റർ ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ ഇതിന്റെ റെസിസ്റ്റൻസ് എത്രയാണ്? 520 ഓം ആണ്. സോ ഇത് വാല്യൂ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ 0.248 ഓം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ് എന്ന് കിട്ടും. നമുക്കറിയാം ഓം ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 0.248 സീമൻ
meter inverse. So this is the value of conductivity. അപ്പോൾ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ കിട്ടി. അത് നമുക്ക് ഇങ്ങോട്ടൊന്ന് എടുത്ത് എഴുതാം. കണ്ടക്ടിവിറ്റി കാപ്പ ഈസ് ഈക്വൽ ടു 0.248 സീമൻ മീറ്റർ ഇൻവേഴ്സ്. ഓക്കെ, ഇനി മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം ഈസ് ഈക്വൽ ടു കാപ്പ ഡിവൈഡഡ് ബൈ സി, കോൺസെൻട്രേഷൻ. And here concentration is in mole per meter cube. ഈ ഒരു ഇക്വേഷനിൽ മോൾ പെർ മീറ്റർ ക്യൂബ് ആണ് അല്ലേ? അപ്പം അങ്ങനെ നോക്കി കഴിയുമ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന കോൺസെൻട്രേഷൻ മോൾ പെർ ലിറ്റർ ആണ്. അപ്പൊ അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? മോൾ പെർ മീറ്റർ ക്യൂബിലേക്ക് മാറ്റണം. നോക്കാം. സോ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു 0.02 മോൾ പെർ ലിറ്റർ. മോൾ പെർ ലിറ്റർ ആണ്. അതായത് 0.02 മോൾ ഡിവൈഡഡ് ബൈ ലിറ്റർ ആണ്. അപ്പൊ ഈ ലിറ്ററിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? മീറ്റർ ക്യൂബിലേക്ക് മാറ്റണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1000 സെന്റിമീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു 1 ലിറ്റർ എന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 ലിറ്ററിന് പകരം എന്തെഴുതാം? 1000 സെന്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതാം. സോ വിച്ച് ഈസ് ഈക്വൽ ടു 0.02 മോൾ ഡിവൈഡഡ് ബൈ 1000 സെന്റിമീറ്റർ ക്യൂബ് ആണ്. അപ്പൊ ആ സെന്റിമീറ്റർ ക്യൂബിനെ നമുക്ക് എന്താക്കി മാറ്റണം? മീറ്റർ ആക്കി മാറ്റണം. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ്? 10⁻² മീറ്റർ ആണ്. അത് നമുക്കറിയാം. സോ ഇവിടെ മീറ്റർ ക്യൂബ് ഉണ്ട്. അപ്പൊ 1 സെന്റിമീറ്റർ 10⁻² മീറ്റർ ആണ് എങ്കിൽ ക്യൂബ് വരുമ്പോൾ എത്ര വരും? 10⁻6 മീറ്റർ ക്യൂബ് വരും. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 10⁻3ഉം 10⁻6ഉം കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 10⁻³ വരും. ഈ 10⁻³ ന്യൂമറേറ്ററിലേക്ക് പോയി കഴിയുമ്പോൾ അതിന്റെ ആൻസർ എത്ര വരും? 0.02 into 10⁻³ മോൾ പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു 20 മോൾ പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, കാപ്പയുടെ വാല്യൂ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഈസ് 0.248 സീമൻ മീറ്റർ ഇൻവേഴ്സ് ഡിവൈഡഡ് ബൈ സി എത്രയാണ്? 20 മോൾ പെർ മീറ്റർ ക്യൂബ്. ഓക്കെ, ഇവിടെ ഇതിന്റെ യൂണിറ്റ് സീമൻ ഉണ്ട്. മീറ്റർ ക്യൂബ് m⁻⁻1 ആൻഡ് m⁻⁻3 ഒരെണ്ണം കട്ടായി പോയി. ബാക്കി യൂണിറ്റ് എന്ത് വരും? യൂണിറ്റ് ആദ്യം എഴുതാം. സീമൻ m⁻⁻2 മുകളിൽ വരുമ്പോൾ മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 124 into 10⁻⁻4 സീമൻ മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് എന്നാണ് നമുക്ക് കിട്ടുന്ന ആൻസർ. ഓക്കെ, ഇനി ഇതിനെ സെന്റിമീറ്റർ സ്ക്വയറിലേക്ക് ആക്കാൻ എന്ത് ചെയ്യണം? നമുക്കറിയാം എന്താണ്? 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ. അപ്പൊ മീറ്റർ സ്ക്വയർ ഉണ്ട്. മീറ്റർ സ്ക്വയർ ഉണ്ടെങ്കിൽ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 10⁻4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? 124. ഇവിടെ 10⁻⁻4 ഉണ്ട്. ഈ 10⁻4 കൂടെ ആവുമ്പോൾ എന്ത് വരും? 124 സീമൻ സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് എന്നുള്ള ആൻസർ കിട്ടും. നമുക്ക് ഈ വാല്യൂ ഇങ്ങോട്ടൊന്ന് എഴുതാം. സോ ലാംഡ എം എന്ത് കിട്ടി? ലാംഡ എം ഈസ് ഈക്വൽ ടു 124 സീമൻ സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് എന്ന് കിട്ടി. ഓക്കെ, ഇനി മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കുന്ന മറ്റൊരു രീതി കൂടിയുണ്ട്. നമുക്കറിയാം ഇക്വേഷൻ ഏതാണ്? ലാംഡ എം ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എം. ഇവിടെ എം എന്ന് പറയുന്ന മൊളാരിറ്റിയാണ്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. കണ്ടക്ടിവിറ്റി എത്രയാണ് വാല്യൂ? 0.248 സീമൻ മീറ്റർ ഇൻവേഴ്സ് ആണ്. പക്ഷെ ഈ മീറ്റർ ഇൻവേഴ്സിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? സെന്റിമീറ്ററിലേക്ക് മാറ്റണം. സോ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി എത്രയാണ്? 0.02 മോൾ പെർ ലിറ്റർ. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ. ഇതിനെ മീറ്റർ ഇൻവേഴ്സിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റണം. കാരണം 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 സെന്റിമീറ്റർ ക്യൂബ് ആണ് നമ്മൾ കണ്ടു. അപ്പൊ സെന്റിമീറ്ററിലുള്ള യൂണിറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ അതിനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇവിടെ എഴുതുകയാണ്. 0.248 സീമൻ അവിടെ കിടക്കട്ടെ. അടി കിടക്കുന്ന യൂണിറ്റ് എന്താണ്? മീറ്റർ. ആ മീറ്ററിനെ ബാക്കിയുള്ളതെല്ലാം ഞാൻ അങ്ങനെ തന്നെ എഴുതുകയാണ്. മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? ഇൻറ്റു 10⁻². അപ്പൊ അത് എന്തായിട്ട് മാറും? മീറ്റർ എന്തായിട്ട് മാറും? സെന്റിമീറ്റർ ആയിട്ട് മാറും. 10⁻² സെന്റിമീറ്റർ ഇൻറ്റു 0.02
മോൾ പെർ ലിറ്റർ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഇത് തന്നെ ആയിരിക്കും. ചെയ്ത് നോക്കിക്കൊള്ളുക. 124 സീമൻ സെന്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. ഓക്കെ, അപ്പം ഇങ്ങനെയും നമുക്ക് ചെയ്യാം. സെക്കൻഡ് പ്രോബ്ലം നോക്കാം. ഇതും NCERT ടെക്സ്റ്റിലെ സെക്കൻഡ് എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. ദി ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ഓഫ് എ കോളം ഓഫ് 0.05 mol per liter NaOH solution of diameter 1 centimeter and length 50 centimeter is 5.55 into 10 raised to 3 ohm. Calculate its resistivity, conductivity and molar conductivity. ഇവിടെ എന്താണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്? റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി. എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ്? റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 5.55 into 10 raised to 3 ohm and length of the conductor, that is 50 centimeter and diameter 1 centimeter. Then concentration തന്നിട്ടുണ്ട്, that is 0.05 mol per liter. Okay, ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടത് റെസിസ്റ്റിവിറ്റി. നമുക്ക് ആദ്യം നോക്കാം. റെസിസ്റ്റിവിറ്റി സൂചിപ്പിക്കുന്ന ടേം ഏതാണ്? റോയാണ്. റോയുടെ ഇക്വേഷൻ എന്താണ്? റോ ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഇനി അത് അറിഞ്ഞുകൂടാ എങ്കിൽ നമുക്ക് ആദ്യത്തെ റെസിസ്റ്റൻസിന്റെ ഇക്വേഷനിൽ നിന്ന് റെസിസ്റ്റിവിറ്റി നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. സോ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു L by A. പഠിച്ചതല്ലേ? സോ R ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു L by A. അങ്ങനെയാണെങ്കിൽ റോ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? റോ ഈസ് ഈക്വൽ ടു RA by L. ഓക്കെ, നൗ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, ലെങ്ത് തന്നിട്ടുണ്ട് 50 സെന്റിമീറ്റർ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നിട്ടില്ല. സോ പക്ഷെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഡയമീറ്റർ ഈസ് ഈക്വൽ ടു 1 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് 6 റേഡിയസ് കണ്ടുപിടിക്കാം. ഡയമീറ്ററിന്റെ ഹാഫ് അല്ലേ റേഡിയസ്? സോ 1ന്റെ ഹാഫ് എത്രയാണ്? 0.5 സെന്റിമീറ്റർ. ഓക്കെ, ഇനി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? That is pi r square. So area of cross section is equal to pi r square. Radius alle thannirukkunda. So substituting the values, pi is equal to 3.14 into 0.5 square. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 0.785 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കിട്ടി, ലെങ്ത് കിട്ടി. Now let us substitute. Rho is equal to R ന്റെ വാല്യൂ എത്രയാണ്? 5.55 into 10 raised to 3 ohm into area of cross section 0.785 centimeter square, that divided by length എത്രയാണ്? 50 centimeter. Okay, ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റോയുടെ വാല്യൂ കിട്ടും. അത് എത്രയാണ്? ദാറ്റ് ഈസ് 87.135 യൂണിറ്റ് എന്താണ്? ഓം സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ റോയുടെ വാല്യൂ നമുക്ക് കിട്ടി 87.135 ഓം സെന്റിമീറ്റർ. അത് നമുക്ക് ഇങ്ങോട്ടൊന്ന് എടുത്തെഴുതാം. സോ റോ ഈസ് ഈക്വൽ ടു 87.135 ഓം സെന്റിമീറ്റർ. ഓക്കെ, ഇനി എന്താണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്? കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റിയെ സൂചിപ്പിക്കുന്ന ലെറ്റർ ഏതാണ്? കാപ്പ. സോ കാപ്പ ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കും? 1 by റോ. സോ 1 by റോ സിമ്പിൾ അല്ലേ? ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ 1 divided by 87.135 ഓം സെന്റിമീറ്റർ. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ which is equal to 0.01148 ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ ഇൻവേഴ്സ് കിട്ടും. ഇനി ഓം ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീമൻ ആണ്. അപ്പൊ സീമൻ സെന്റിമീറ്റർ ഇൻവേഴ്സ് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ദ വാല്യൂ ഓഫ് kappa conductivity. Now let us find the value of molar conductivity. Molar conductivity എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? molar conductivity lambda m is equal to k into 1000 divided by എന്താണ്?
molarity. So what is K? Conductivity. Conductivity is equal to 0.01148 ohm inverse centimeter inverse into 1000. 1000 എന്ന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ കാരണം എന്താണ്? ലിറ്ററിനെ നമ്മൾ എന്താക്കി മാറ്റി? സെന്റിമീറ്റർ ക്യൂബിലേക്കുള്ള വാല്യൂ ആക്കി മാറ്റി അല്ലെ? അപ്പൊ 1000 സെന്റിമീറ്റർ ക്യൂബ് പെർ ലിറ്റർ എന്നാണ് അവിടെ വരുന്ന യൂണിറ്റ്. ദാറ്റ് ഡിവൈഡഡ് ബൈ മൊളാരിറ്റി എന്താണ്? 0.05 മോൾ പെർ ലിറ്റർ. ഓക്കെ, നൗ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ യൂണിറ്റ് നോക്കിക്കേ. ഇവിടെ സെന്റിമീറ്റർ ഇൻവേഴ്സ്, ഇവിടെ സെന്റിമീറ്റർ സ്ക്വയർ. അപ്പം യൂണിറ്റ് ആദ്യം നമുക്ക് എഴുതാം. ഓം ഇൻവേഴ്സ്, മോള് മുകളിലേക്ക് വരും. അപ്പം മോൾ ഇൻവേഴ്സ്, ദെൻ സെന്റിമീറ്റർ സ്ക്വയർ. ലിറ്റർ ഇൻവേഴ്സും ക്യാൻസൽ ചെയ്ത് പോകും. യൂണിറ്റ് ഇതാണ് ഓം ഇൻവേഴ്സ്, മോൾ ഇൻവേഴ്സ്, സെന്റിമീറ്റർ സ്ക്വയർ. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 229.6 ഓം ഇൻവേഴ്സ് മോൾ ഇൻവേഴ്സ് മീറ്റർ സ്ക്വയർ. ഇനി which is equal to 229.6 ഓം ഇൻവേഴ്സിന് മറ്റൊരു യൂണിറ്റ് ആണ് സീമെൻസ്. അപ്പൊ സീമെൻസ് സെന്റിമീറ്റർ സ്ക്വയർ എന്ന് റീഅറേഞ്ച് ചെയ്തിടാം. മോൾ ഇൻവേഴ്സ് കിട്ടും. സോ ദിസ് ഈസ് ദി ആൻസർ. ഇനി നമുക്ക് ഇതെല്ലാം കിട്ടിയിരിക്കുന്ന സെന്റിമീറ്ററിന്റെ യൂണിറ്റിലാണ്. നമുക്ക് കിട്ടിയിരിക്കുന്നത് റോ സെന്റിമീറ്ററിലാണ്, അതായത് റെസിസ്റ്റിവിറ്റി സെന്റിമീറ്ററിലാണ്, കണ്ടക്ടിവിറ്റി സെന്റിമീറ്ററിലാണ്, മോളാർ കണ്ടക്ടിവിറ്റിയും സെന്റിമീറ്ററിലുള്ള വാല്യൂ ആണ്. ഇനി ഇതിനെല്ലാം നമുക്ക് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്യാൻ എളുപ്പമല്ലേ ഇത്? അപ്പൊ സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? 10⁻² വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. എന്തറിഞ്ഞാൽ മതി? 1 മീറ്റർ ഈസ് ഈക്വൽ ടു 100 സെന്റിമീറ്റർ എന്ന് അറിഞ്ഞാൽ മതി. അങ്ങനെയാണ് എങ്കിൽ 229.6 എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? സെന്റിമീറ്റർ സ്ക്വയർ ആണ്. അപ്പൊ 10⁻² 2 തവണ എഴുതണം അല്ലെ? അപ്പൊ 10⁻⁴. സോ 10⁻⁴ സീമെൻ മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സിന് ആൻസർ കിട്ടും. അപ്പൊ മീറ്ററിലുള്ള വാല്യൂ നമുക്ക് കിട്ടി. ഇനി കണ്ടക്ടിവിറ്റിയെ നമ്മൾ നോക്കി. ഓം ഇൻവേഴ്സ് സെന്റിമീറ്റർ ഇൻവേഴ്സ് ആണ്. അപ്പൊ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ നമുക്ക് അതിനെ എന്തിലേക്കാക്കാം? മീറ്ററിലേക്ക് ആക്കാം. എങ്ങനെ എഴുതാം? 0.01148 ഓം ഇൻവേഴ്സ്, അടിയിലാണ് സെന്റിമീറ്റർ. ആ സെന്റിമീറ്ററിനെ നമുക്ക് എന്താക്കണം? മീറ്റർ ആക്കണം. എന്ത് ചെയ്യണം? 10⁻² വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെ? സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ. അപ്പൊ ഈ 10⁻² ഡിനോമിനേറ്ററിൽ നിന്ന് എവിടെ വരും? ന്യൂമറേറ്റർ വരുമ്പോൾ 10 സ്ക്വയർ ആകും. സോ ഇറ്റ്സ് വാല്യൂ ബിക്കംസ് ഈക്വൽ ടു 0.01148 into 10 സ്ക്വയർ ഓം ഇൻവേഴ്സ്. ഇത് മീറ്റർ ആയി അല്ലേ? 3 മീറ്റർ ആയി. സോ മീറ്റർ എന്ന് നമുക്ക് കിട്ടും. മീറ്റർ ഇൻവേഴ്സിലുള്ള വാല്യൂ നമുക്ക് കിട്ടും. ഇതുപോലെ നമുക്ക് ആരെയും മാറ്റാം? റോയെയും മാറ്റാം. റോയുടെ വാല്യൂ ഒക്കെ എത്ര വരും? റോ ഈസ് ഈക്വൽ ടു ഇവിടെ എത്രയാണ്? 87.135 ഓം സെന്റിമീറ്റർ ആണ്. സെന്റിമീറ്ററിനെ മീറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 10⁻². സോ റോ ഈസ് ഈക്വൽ ടു 87.135 ഓം 135 ഇൻറ്റു 10⁻² ഓം മീറ്റർ. ഓക്കെ, അപ്പൊ നമ്മള് എല്ലാ വാല്യൂസിനെയും മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. എനിക്ക് തോന്നുന്നു ഈ 2 പ്രോബ്ലംസ് ചെയ്ത് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഈ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ഇതുപോലെയുള്ള ബാക്കി പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാൻ സാധിക്കും. കൂടുതൽ പ്രോബ്ലംസ് കണ്ടെത്തി നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ ഈ ചെയ്ത 2 പ്രോബ്ലംസ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് 2 ക്വസ്റ്റ്യൻസ് ഞാൻ തരികയാണ്. ഓക്കെ, the resistance of a conductivity of cell containing 0.001 molar KCl solution at 298 Kelvin is 1500 ohm. What is the cell constant if conductivity of 0.001 molar KCl solution at 298 Kelvin is 0.146 into 10⁻³ Siemens centimeter inverse. Okay, അവിടെ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്? സെൽ കോൺസ്റ്റന്റ്
കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചെയ്തു കഴിഞ്ഞു. Next question, the conductivity of 0.20 molar solution of KCl at 298 Kelvin is 0.0248 Siemens centimeter inverse. Calculate its molar conductivity. അതിന്റെ molar conductivity കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പൊ ഈ രണ്ട് പ്രോബ്ലം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് അതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. അപ്പൊ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു പ്രോബ്ലം സെക്ഷൻ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.